കഴിഞ്ഞ 5 കാലഘട്ടത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു പഞ്ചായത്തിൽ നടപ്പാക്കിയത്? 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓരോ വർഷവും 19 കോടി അല്ലെങ്കിൽ 20 കോടി രൂപയോളമാണ് ഫണ്ടാണ് പഞ്ചായത്ത് വിവിധ മേഖലകളിലായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, കാർഷിക മേഖലയാകട്ടെ, എല്ലാ മേഖലകളിലും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് 5 വർഷമായിട്ട് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയും കാർഷിക മേഖലയും എല്ലാ മേഖലയും ഒരുപോലെ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പം പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ആദ്യമായി പഞ്ചായത്ത് നിറവേറ്റിയിട്ടുള്ളത്. എല്ലാ റോഡുകളും അരീക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഏകദേശം 90% റോഡുകൾ അല്ലെങ്കിൽ 95% റോഡുകളും കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ടാറിങ് ചെയ്യാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 17 കിലോമീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 36 കിലോമീറ്ററോളം ടാറിങ് ചെയ്തിട്ടുണ്ട് ഈ വർഷകാലയളവിനുള്ളിൽ. അപ്പം ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചതിന് SPM ഫണ്ട് ചെലവഴിച്ചതിനുള്ള അവാർഡ് ജില്ലയിൽ തന്നെ വാങ്ങിയ ഏക പഞ്ചായത്ത് അരീക്കോട് ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞാനൊന്ന് ലഘുവായിട്ട് പറഞ്ഞുതരാം. 186 വീടുകളാണ് ലൈഫിൽ കൊടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ 145 വീടുകൾ പണി പൂർത്തീകരിച്ചു. ഇനി 41 ആളുകൾ പണി പൂർത്തീകരിക്കാനുണ്ട്. അതേപോലെ PMAY മുഖാന്തരം കൊടുത്തിട്ടുള്ള വീടുകൾ 43 വീടുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നടന്നിട്ടുണ്ട്. കുറേ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ. അതേപോലെ നമ്മുടെ റിപ്പയർ 87,78,000 റുപ്യ 333 ആളുകൾക്ക് ജനറലായിട്ട് റിപ്പയർ കൊടുത്തിട്ടുണ്ട്. SC റിപ്പയർ 39,80,000 94 ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ വാർദ്ധക്യകാല പെൻഷന്, പിന്നെ വിധവ പെൻഷന്, കർഷക പെൻഷന്, വികലാംഗ പെൻഷന്, 50 വയസ്സ് തികഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷന്, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള പെൻഷനും കൂടിയായിട്ട് 3565 ആളുകൾ ടോട്ടൽ ആളുകൾക്ക് പെൻഷൻ നൽകിയിട്ടുണ്ട്. പാലിയേറ്റീവ് മേഖലകളിൽ രോഗികൾ 456 രോഗികളാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു 35 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പം അതേമോളിൽ പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ വേറൊരു കാര്യം പറയച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യമായിട്ട് വരുന്നൊരു വിഷയം വരുന്നതാണ് NCF 1800 സ്ക്വയർ ഫീറ്റിൽ ഒരു NCF നിർമ്മിച്ചു. അതിൽ പിന്നെ കൺവെയർ ബെൽറ്റ്, സെഗ്രിഗേഷൻ മെഷീന്, 2 വാഹനം, ഇതൊക്കെ NCFന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ജില്ലയിൽ തന്നെ SPM ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവഴിച്ച പഞ്ചായത്തിനുള്ള അവാർഡും അരീക്കോട് ഗ്രാമപഞ്ചായത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 250 ടണ്ണ് കപ്പാസിറ്റി ഉള്ള ഒരു NCF ആണ് നമ്മുടെ NCF. പിന്നെ അതേപോലെ പിന്നെ കൃഷി മേഖലകളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖല 2 കോടിയിൽ പരം കാർഷിക മേഖലകളിൽ പണം ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ സോളാർ കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരഗ്രാമം പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൃഷി ആവശ്യമായിട്ടുള്ള മോട്ടർ, അതുപോലെ കാടുവെട്ട് മെഷീന്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൃഷിയുമായി തെങ്ങിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന മേഖലയാണ് വിദ്യാഭ്യാസം. അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം പുറമെ നാടുകളിലൊക്കെ വിദ്യാഭ്യാസത്തിന് പേര് കേട്ട നാടാണ് അരീക്കോട്. ഈ 5 കാലയളവിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയത്? വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾക്ക് താഴെത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. താഴെത്തട്ടിൽ 34 അംഗനവാടികളാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിൽ 30 അംഗനവാടികളും സ്മാർട്ടാക്കി. ആ 30 4 പുതുതായി നിർമ്മിച്ച അംഗനവാടികളാണ്. ചെമ്പ്രക്കാട്ടൂർ അംഗനവാടി, അതുപോലെ തന്നെ മുണ്ടമ്പ്ര അംഗനവാടി,
2-ാം വാർഡ് ഉഗ്രപുരത്ത് അങ്കനവാടി, അതുപോലെ തന്നെ അരീക്കോട് 7-ാം വാർഡിലൊരു അങ്കനവാടി ഉണ്ട്. ഇങ്ങനെ 4 അങ്കനവാടികൾ പുതുതായിട്ട് നിർമ്മിച്ചു. താഴത്തങ്ങാടി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 15-ാം വാർഡിൽ ഒരു അങ്കനവാടിയും പണി പുതുതായിട്ട് നിർമ്മിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എന്ന് പറയുമ്പം 6 സർക്കാർ സ്കൂളുകളും 6 എയ്ഡഡ് സ്കൂളുകളും കൂടിയാണ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ പിന്നെ എല്ലാ സ്കൂളുകൾക്കും വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ട്. എല്ലാ സർക്കാർ സ്കൂളുകളിൽ എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചെമ്പ്രക്കാട്ടൂർ സ്കൂള് 25 ലക്ഷം രൂപ മുടക്കി 4 ക്ലാസ് റൂമുകൾ നല്ല രീതിയിലെടുത്തു. അതുപോലെ തന്നെ ചുറ്റുമതിൽ നിർമ്മിച്ചു. അതുപോലെ തന്നെ മുണ്ടമ്പറ സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിച്ചു. കോഴിക്കോട്ടൂർ സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിച്ചു. ഗേറ്റ് വെച്ചു. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ പിന്നെ സ്കൂളുകൾക്ക് സോളാർ വെച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് കോഴിക്കോട്ടൂർ സ്കൂളിനും ചെമ്പ്രക്കാട്ടൂർ സ്കൂളിനും നല്ല ഓഡിറ്റോറിയം തന്നെ ഉണ്ടാക്കി. ആ ഓഡിറ്റോറിയത്തിലേക്ക് പുളിക്കൽ സ്കൂളിന് ഗവൺമെൻറ് സ്കൂളിനും അതുപോലെ തന്നെ ചെമ്പ്രക്കാട്ടൂർ സ്കൂളുകൾക്കും ഫുള്ള് ഫാനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, കുട്ടികൾക്ക് ആവശ്യമായ ലാപ്ടോപ്പ്, പിന്നെ മൈക്ക് സെറ്റ്, അടുക്കള സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള അടുക്കള ഉപകരണങ്ങൾ, പിന്നെ മേശ, കസേര, ബെഞ്ച്, അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് 16ഓളം ടോയ്ലറ്റ് ഓരോ സ്കൂളുകളിലും 10 യൂണിറ്റ് അടങ്ങുന്ന ടോയ്ലറ്റുകൾ 16 സെക്ഷനായിട്ട് നിർമ്മിച്ചു എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ അംഗനവാടികളിലൊക്കെ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ 16 അംഗനവാടികളിൽ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഇതാക്കി. അതുപോലെ തന്നെ SC വിദ്യാർത്ഥികൾക്ക് വേണ്ടി പിന്നെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിള്, കസാല ഇവയൊക്കെ നൽകി. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് പ്രവേശനോത്സവങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റു പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ സ്കൂളുകൾ പെയിൻ്റ് അടിച്ച് സ്കൂളുകൾ മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ വർഷം 10 ലക്ഷം രൂപ വെച്ചിട്ട് പെയിൻ്റ് അടിക്കാനുള്ള പദ്ധതിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു സംഖ്യ കുട്ടികൾക്ക് വരുമ്പം അവർക്ക് ഒരു പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കാർഷിക മേഖലയിൽ നമ്മുടെ കേരഗ്രാമം പദ്ധതി 3 വർഷക്കാലത്തോളം നടപ്പിലാക്കി. എല്ലാ കർഷകർക്കും കേരഗ്രാമത്തിൽ അപേക്ഷിച്ച എല്ലാ കർഷകർക്കും നമ്മൾ ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറികൾ, മോട്ടറാകട്ടെ, പമ്പ്, പിന്നെ അതുപോലെ കാട് വെട്ടുന്ന മെഷീനാകട്ടെ, അങ്ങനത്തെ എല്ലാ മേഖലയും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങൾ നൽകി. അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയുന്നത് പിന്നെ തരിശ് ഭൂമി, അതുപോലെ തന്നെ പച്ചക്കറി വികസനത്തിന്, അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നതിന് ഒരുപാട് മേഖല അങ്ങനെ എടുത്തു നോക്കുമ്പം ഒരുപാട് മേഖലകളിൽ എന്തൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ കർഷകരുടെ ഭാഗത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അവർക്ക് ആവശ്യാനുസരണം വരുന്ന ഏത് കാര്യങ്ങളും പഞ്ചായത്ത് കൃഷിഭവൻ മുഖേന ചെയ്യാൻ പറ്റുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ കർഷകർ നേരിടുന്ന പ്രശ്നം പന്നി ശല്യമാണ്. അതിന് സോളാർ വേലി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് അപേക്ഷിക്കുന്ന എല്ലാവർക്കും സോളാർ വേലി കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ നെല്ല് കർഷകർക്ക് എത്രത്തോളം സബ്സിഡി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നെല്ല് കർഷകരെ പ്രോത്സാഹിപ്പിച്ചു. പച്ചക്കറി കർഷകരെ ആ രീതിയിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. എല്ലാ വിളകൾക്കും ഇൻഷൂർ നൽകുക എന്നുള്ള ഒരു പദ്ധതിയും കൂടിയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നൽകി. അതുകൊണ്ട് ഉള്ള ഉപകാരം എന്ന് വെച്ചാൽ കർഷകർക്ക് എന്തെങ്കിലും ഒരു നാശനഷ്ടം വരികയാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കിട്ടുന്ന രീതിയിലേക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളുണ്ടായി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. വയോജനങ്ങൾക്ക് ഒട്ടനവധി പദ്ധതികളാണ് അവരുടെ പിന്നെ പ്രാഥമിക ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ വയോജനങ്ങൾക്ക് കട്ടിൽ,
900-ഓളം കട്ടിലാണ് ഈ ഭരണസമിതി വന്നാരെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സഹായ ഉപകരണങ്ങൾ, അതായത് ഇയറിംഗ് എയ്ഡ് അപേക്ഷിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്കർ, വീൽ ചെയർ, അങ്ങനത്തെ എന്തൊക്കെ പറ്റുന്ന ഉപകരണങ്ങൾ അവർ ആവശ്യപ്പെടുന്നോ അതിനനുസരിച്ച് അവരുടെ ഒരു ക്യാമ്പ് നടത്തി അവർക്ക് ആവശ്യപ്പെടുന്ന ഉപകരണങ്ങൾക്ക് മുഴുവൻ ഫണ്ട് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ട് ഒരു വർഷത്തിൽ ഏറ്റവും നല്ലൊരു ടൂറ് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ഓരോ വാർഡിൽ നിന്നും ഓരോ ബസ്സുകൾ വെച്ച് 1000-ഓളം വരുന്ന ആളുകളെയാണ് വയോജന ടൂറ് വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ അനുഭൂതി വരുന്ന ഒരു പരിപാടിയും കൂടിയായിരുന്നു ആ ടൂറ്. ഉല്ലാസയാത്ര വയോജനങ്ങളെ, അതിൽ പല ആളുകളും വയനാട് കാണാത്ത ആളുകളുണ്ട്. അതുപോലത്തെ വിവിധ പ്രവർത്തനങ്ങളാണ് അവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു ക്യാമ്പ് നടത്തി അതിൽ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയോജന പാർക്ക് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അത് നിർമ്മിച്ചു. ഇപ്പോൾ അതിന് 30 ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് അതിൻ്റെ ഇൻ്റർലോക്കും മറ്റു പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിലേക്കൊരു ജബി മേത്തർ എം പിയുടെ 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പൺ ജിമ്മും കൂടി ഈ സമയത്ത് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി വിവിധ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുണ്ട്. അപ്പം അതിൽ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെൻഷൻ, നമ്മൾ വാർദ്ധക്യകാല പെൻഷന് 1840 ആളുകൾക്ക് കൊടുത്തു. വിധവ പെൻഷൻ 1071 ആളുകൾക്ക് കൊടുത്തു. കർഷക പെൻഷൻ 233 ആളുകൾക്ക് കൊടുത്തു. വികലാംഗ പെൻഷൻ 396 ആളുകൾക്ക് കൊടുത്തു. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്ക് 25 ഗുണഭോക്താക്കളാണുള്ളത്, അവർക്കുള്ള പെൻഷൻ കൊടുത്തു. ടോട്ടൽ 3565 ആളുകൾക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പെൻഷൻ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു ഈ 5 വർഷ കാലയളവിൽ. ഇപ്പം ഏതൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശുചിത്വം, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും. എല്ലാ പഞ്ചായത്തുകളും എടുത്തു നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പോഷകാഹാരങ്ങളും അത്തരത്തിലുള്ള നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഈ 5 വർഷക്കാലം ആ മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് നമുക്ക് എടുത്തു പറയേണ്ടത് വെച്ചാൽ ഇപ്പം നമുക്കൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. ആ പാലിയേറ്റീവ് ഭാഗത്ത് രോഗികളെ നമുക്ക് അരീക്കോട് ഗ്രാമപഞ്ചായത്തിലത് 456 രോഗികളാണല്ലേ. അവർക്ക് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപയോളമാണ് ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അതിജീവനം എന്ന പേര് വെച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള പോഷകാഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ അവർക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യപരമായിട്ട് ഏറ്റവും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടി പഞ്ചായത്തിനുള്ളത് കൊണ്ട് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പം പുതുതായിട്ട് 5ഓളം ജിമ്മുകളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ 2 ഗ്രൗണ്ടുകൾ വന്നു. ഏകദേശം വാർഡുകളിലൊക്കെ ഗ്രൗണ്ടുകൾ വാങ്ങാൻ വേണ്ടി പുതുതായിട്ട് 2 സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് വാങ്ങാൻ വേണ്ടി പണം 25 ലക്ഷം രൂപ വെള്ളേരിയും ആലുക്കലും വെച്ചു. അതുപോലെ തന്നെ താഴത്തുമുറി ഗ്രൗണ്ടിൻ്റെ പൂർണ്ണമായിട്ടും സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ സൗത്ത് പുത്തലം ഗ്രൗണ്ടിൻ്റെ സ്ഥലം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു, അതിൻ്റെ പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ എല്ലാ വാർഡിലും ഒരു ഗ്രൗണ്ട് എന്ന സ്വപ്നമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇനി ഉള്ള അടുത്ത പദ്ധതികളിലൊക്കെ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അതിൽ എടുത്തു പറയേണ്ട എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് 2 ലക്ഷം രൂപയാണ് അതിന് പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ളത്. 18 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെ അരീക്കോട് സ്റ്റേഡിയത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ
ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം വരുന്ന ഭരണസമിതിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം. ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആരോഗ്യ മേഖല. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ആ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോഷകാഹാര വിതരണം കുട്ടികൾക്കും സ്ത്രീകൾക്കും അതിജീവനം എന്ന പേരിൽ 20 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വിവിധ ഇനം പോഷകാഹാരങ്ങളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ട് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് 5 ജിമ്മുകൾ ഇപ്പോൾ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൽ വെള്ളേരിയിൽ 1, അതുപോലെ തന്നെ പാലത്തിങ്ങൽ 1, ചമ്പ്രക്കാട്ടൂർ 1, അതുപോലെ തന്നെ പുത്തലം ഗ്രൗണ്ടിൽ ഒരു ജിമ്മ്, അതുപോലെ തന്നെ അടുത്ത പദ്ധതിയിലുള്ള ആലുക്കൽ, ഉഗ്രപുരം എന്നീ സ്ഥലങ്ങളിൽ കൂടി ജിമ്മുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ടുകളും വെച്ചിട്ടുണ്ട്. അതുപോലെ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരു ഓപ്പൺ ജിമ്മിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വാർഡുകളിലും ഒരു ഗ്രൗണ്ട് എന്നുള്ള സ്വപ്നവും കൂടിയാണ് പഞ്ചായത്ത് സാക്ഷാത്കരിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം മുണ്ടമ്പറ താഴത്തുമുറി 15-ാം വാർഡിൽ ഒരു കളിസ്ഥലം ഗ്രൗണ്ട് വാങ്ങി അതിൻ്റെ പണം പൂർണ്ണമായും നൽകി അത് പഞ്ചായത്തിൻ്റെ പ്രവർത്തികൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സൗത്ത് പുത്തലം ഗ്രൗണ്ടിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ്. അതിന് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഒരു 18 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത്. ഇതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ ആരോഗ്യ മേഖലയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവിനും വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ, 486 രോഗികളാണ് നമുക്ക് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിന് 35 ലക്ഷം രൂപയോളം ചെലവഴിച്ച് അവരുടെ ഓരോ കാര്യങ്ങൾക്കും മരുന്നും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിലെ ഏറ്റവും തന്നെ നല്ല ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള അവാർഡ് ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും ഏറ്റുവാങ്ങാനുള്ള അവസരം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ജില്ലയിലെ ഏറ്റവും നല്ല ഹോമിയോ ഡിസ്പെൻസറി അരീക്കോട് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു എന്നുള്ളതും കൂടി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. 1,06,00,000 രൂപയാണ് ഈ വർഷം ഈ 5 വർഷത്തിൽ തെരുവിളക്കുകൾ മാത്രം സ്ഥാപിക്കാൻ വേണ്ടി ലൈൻ വലിച്ചുകൊണ്ട് തെരുവിളക്കുകൾ മാത്രം സ്ഥാപിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് വിനിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും എല്ലാ ഗ്രാമങ്ങളിലേക്കും ലൈറ്റുകൾ എത്തിച്ചു. ഏകദേശം സ്ഥലങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഈ എല്ലാ ഗ്രാമങ്ങളിലെയും റോഡുകൾ, നമുക്ക് പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റോഡുകൾ പൂർണ്ണമായിട്ടും 95% റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടാറിങ് ചെയ്ത് പൂർത്തീകരിച്ചു. 160 കിലോമീറ്റർ റോഡുകളാണ് ഈ സമിതി വന്നതിന് ശേഷം റോഡുകൾ ടാറിങ് ചെയ്തിട്ടുള്ളത്. 17 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളും, ഇപ്പം ഹോമിയോ ഡിസ്പെൻസറി ആകട്ടെ, ആയുർവേദ ഹോസ്പിറ്റലാകട്ടെ, ഇവിടെയൊക്കെ വിവിധ പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും കുടിവെള്ളം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കുടിവെള്ളം 4500ഓളം ആളുകൾക്ക് ജലമിഷൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുഖാന്തരം 4500ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. സ്കൂളുകൾക്ക് 16 ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വേറെ അംഗനവാടികൾക്ക് ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു മേഖലയാണ് മൃഗസംരക്ഷണം. മൃഗസംരക്ഷണത്തിൽ ഒട്ടനവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപേക്ഷിച്ച് ആളുകൾക്കൊക്കെ 5000 അല്ലെങ്കിൽ 6000 വരുന്ന ആളുകൾക്ക്
കോഴി നൽകുക, അതുപോലെ തന്നെ ആട്, പോത്തുകുട്ടി വിതരണം, കാലിത്തീറ്റ അപേക്ഷിച്ച ആളുകൾക്ക് മുഴുവൻ കാലിത്തീറ്റ, ധാതുലവണം, പുൽകൃഷി, ഈ കാര്യങ്ങളൊക്കെ മൃഗസംരക്ഷണ മേഖലയിൽ ചെയ്യാൻ വായിച്ചു. അതുപോലെ തന്നെ വിഷബാധ വരുന്ന വിഷബാധയ്ക്കുള്ള തെരുവ് നായ്ക്കൾക്കുള്ള കുത്തിവെപ്പുകൾ നടത്തി. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള കലോത്സവം നല്ല ഓഡിറ്റോറിയത്തിൽ അവർ പറഞ്ഞ മോളിൽ നമുക്ക് സാധിക്കാൻ ഭിന്നശേഷി കലോത്സവം, അങ്കലവാടി കലോത്സവം, അതിൽ വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ട ഗിഫ്റ്റുകളും കാര്യങ്ങളും നൽകി. അതുപോലെ തന്നെ പാലിയേറ്റീവ് രോഗികളുടെ സംഗമം, ഏറ്റവും നല്ല രീതിയിലുള്ള സംഗമങ്ങളാണ് എല്ലാ വർഷവും നടത്തി പോരാറുള്ളത്. ഭിന്നശേഷി കലോത്സവമാകട്ടെ, അങ്കലവാടി കലോത്സവമൊക്കെ ആകട്ടെ, എല്ലാം നല്ല രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളോത്സവം, ഏറ്റവും നല്ല രീതിയിലുള്ള കേരളോത്സവം നടത്തി. അതോടൊപ്പം 100 ദിനം പൂർത്തിയാക്കിയ മുഴുവൻ ആളുകളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അവർക്ക് നല്ല രീതിയിലുള്ള ഗിഫ്റ്റുകൾ നൽകി 500ഓളം വരുന്ന ആളുകളെ ആദരിച്ചു. അംഗനവാടി ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഇങ്ങനെയുള്ള ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള ആളുകളെയും ആദരിച്ചു. ഇതുപോലെ വിവിധ പ്രവർത്തികളാണ് ഗ്രാമപഞ്ചായത്തുകൾ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു ഗ്രാമപഞ്ചായത്താണ് അരീക്കോട് ഗ്രാമപഞ്ചായത്ത്. 95% റോഡുകളും പൂർത്തീകരിച്ചു. ടാറിങ്, കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് പുറമെ എല്ലാ സ്ഥലങ്ങളിലേക്കും തെരുവിളക്കുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ കുടിവെള്ളം 4500ഓളം അപേക്ഷകർക്കാണ് കുടിവെള്ളം എത്തിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ SC മേഖല എടുക്കുകയാണെങ്കിൽ SC വിദ്യാർത്ഥികൾ, ഉന്നതികൾ, നഗറുകൾക്ക് വേണ്ടിയിട്ട് 4 കോടിയോളമാണ് 4,50 ലക്ഷം രൂപയോളമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ SC വീട് റിപ്പയർ, അതുപോലെ തന്നെ പഠനമുറിക്ക് 2 ലക്ഷം രൂപ തോതിൽ നൽകി, വിവാഹ ധനസഹായം 1 ലക്ഷം രൂപ തോതിൽ നൽകി, അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും സ്കോളർഷിപ്പ് നൽകി. അതോടൊപ്പം തന്നെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ലാപ്ടോപ്പ് നൽകി. ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് SC മേഖല എടുത്തു നോക്കുകയാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തോളം ഈ ബൊക്കാശി ബക്കറ്റ്, റിംഗ് കമ്പോസ്റ്റ്, കിണർ റിപ്പയർ, അതുപോലെ തന്നെ മറ്റ് മേഖല, ഇപ്പം കുളങ്ങൾ നവീകരണം, ഇതൊക്കെ പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. കക്കൂസ് റിപ്പയർ ആകട്ടെ, കക്കൂസ് നിർമ്മാണമാകട്ടെ, ഇതൊക്കെ പൂർണ്ണമായിട്ടും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പ്രധാനമായിട്ടും അരീക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രധാനമായിട്ടുള്ളൊരു പദ്ധതി എന്ന് പറയുമ്പോൾ വീടുകൾ നൽകുക എന്നുള്ളതാണ്. ലൈഫ് മിഷൻ മുഖാന്തരം 186 ഗുണഭോക്താക്കളാണുള്ളത്. അതിൽ 145 ഗുണഭോക്താക്കൾ ജനറൽ വിഭാഗത്തിൽ പണി പൂർത്തീകരിച്ചു. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് 186 ഗുണഭോക്താക്കളുള്ളത്. 300-ൽ പരം ഗുണഭോക്താക്കളുണ്ടായിരുന്നു. ഗവൺമെൻറ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 186 ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 145 ആളുകൾ പണി പൂർത്തീകരിച്ചു. 41 ആളുകൾ ഇനി പണി പൂർത്തീകരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ PMI മുഖാന്തരം വീട് നൽകിയിട്ടുള്ളത് 43 വീടുകളാണ്. ആ ഭാഗത്ത് ആ നിലയ്ക്ക് 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇതുവരെ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിൽ എന്നുള്ള വീട് കൊടുത്തിട്ടുള്ളത് 3,10,10,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് ജനറൽ റിപ്പയർ നൽകിയിട്ടുള്ളത് 87,78,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. 333 ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. SC റിപ്പയർ നൽകിയിട്ടുള്ളത് 94 ആളുകൾക്കാണ്. എല്ലാ മേഖല, ഏത് മേഖല എടുത്ത് നോക്കിയാലും ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഫണ്ടുകൾ വിനിയോഗിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ
തൊഴിലുറപ്പ് മേഖലകളിൽ 9,97,00,000 രൂപയാണ് മെറ്റീരിയൽ വർക്കുമായിട്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. 9,97,00,000 രൂപ. തൊഴിലുറപ്പ് മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 9,97,00,000 രൂപയാണ് മെറ്റീരിയൽ വർക്ക് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 കോടിയോളം രൂപ ചെലവരുന്ന രീതിയിൽ പഞ്ചായത്ത് ഓഫീസ് നവീകരിച്ചു. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ NCF സ്ഥാപിച്ചു. 1800 സ്ക്വയർ ഫീറ്റോളം എല്ലാ മിഷനറികളും അടങ്ങിയ ഒരു NCF സ്ഥാപിച്ചു. മറ്റ് എല്ലാ മേഖലകളും ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ സോളാർ രീതിയിൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസാകട്ടെ സോളാറാക്കി. സർക്കാർ സ്കൂൾ മുഴുവൻ സോളാറുകളാക്കി. അതുപോലെ എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് SPM ഫണ്ട്. അതായത് SPM ഫണ്ട് വിനിയോഗിക്കുന്നതിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ SPM ഫണ്ട് വിനിയോഗിച്ച പഞ്ചായത്ത് അരീക്കോട് പഞ്ചായത്താണ്. അതിന് കായിക മന്ത്രിൻ്റെ അടുക്കൽ നിന്ന് ഉപഹാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ നമുക്ക് എല്ലാ വാർഡുകളിലും മിനി NCFും അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തും ഒക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഈ 5 വർഷ കാലയളവ് 2021-25 വർഷ കാലയളവ് പൂർണ്ണമായിട്ടും സംതൃപ്തമായിട്ടാണ് പടിയിറങ്ങുന്നത്. 18 മെമ്പർമാരുടെയും പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഉണ്ടായി. ഭരണസമിതി അംഗങ്ങളുടെ പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട 18 മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഈ ഭരണസമിതിക്കുണ്ടായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TKT ഹദ്വാജി 3 വർഷക്കാലവും അതിനുശേഷമുള്ള 2 വർഷവും എനിക്കും ഈ ഭരണസമിതിയിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത്.